ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് FS മോഡൽ വണ്ടിയാണ്. അത് കൺവേർട്ട് ചെയ്ത് അവർ RSലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്രണ്ടേജ് അതുപോലെ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങും അവർ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ മെക്കാനിക്കൽ വർക്കും പിന്നെ കുറച്ച് ഓൾട്രേഷൻ വർക്കുമാണ് ഇതിന് നമുക്ക് വന്നിരിക്കുന്നത്. ഏകദേശം വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ചെയ്തതിൽ കസ്റ്റമർക്ക് അത്രത്തോളം തൃപ്തിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിംഗ് ഒക്കെ ഓക്കെ, അത് ബോഡി കാര്യങ്ങളെല്ലാം ഓക്കെ, പിന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റും ഓക്കെ, എല്ലാം ഓക്കെയാണ്. അതുപോലെ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേങ്കിൽ അവർ ചെയ്തതിൽ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫിറ്റ്മെൻറ്റും അവർ കെയർലെസ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന് വെച്ച് കൊടുത്ത മാതിരിയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ ക്ലച്ചും ഭയങ്കരമായിട്ട് ഹാർഡുണ്ട്, അതുപോലെ സ്റ്റിയറിങ്ങും ഭയങ്കരമായിട്ട് ഹാർഡുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുമ്പോൾ തന്നെ സൗണ്ടും കീച്ച് എന്നുള്ളൊരു സൗണ്ടും വരുന്നുണ്ട്. ബെൽറ്റ് ലൂസായ മാതിരിയാണ് അതിനകത്ത് തോന്നുന്നത്. അതുപോലെ അവർ ചെയ്തിട്ടില്ല, ആ ഒരു ഇതിലേക്ക് വന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും അതുപോലെ ഇതൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ഫുൾ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് ഇളകുകയാണ്. മുകളിൽ ബോൾട്ട് മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇളക്കാണ്. ഇതൊക്കെ കസ്റ്റമർ കാണിച്ചു തന്നാട്ടാ, എത്രയും കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ക്ലച്ച് മാറണം. അതുപോലെ മറ്റേ ഇതിൽ സെൻട്രൽ കൺസോൾ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഫ്രെയിമും ഇല്ലാതെ എന്താ പറയുക, സെൻട്രൽ കൺസോളിന് നേരെ ഈ ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വെച്ച് വിട്ടിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ പറ്റില്ല, നമുക്ക് ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റൊക്കെ അവർ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്, ഫ്രണ്ട് ബാക്കെല്ലാം. അതൊക്കെ ഒറ്റ ലൈൻ സീറ്റായിരുന്നു, അതിനൊക്കെ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്കിലും ഭയങ്കര ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റാണ് അവർ വെച്ചിരിക്കുന്നത്, കണ്ടില്ല. പിന്നെ അവിടെ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈറ്റിൽ വെച്ചത് കൊണ്ട് അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വല്ലാത്തൊരു പ്രയാസമാണ് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം. ബാക്കി സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം പക്കാ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റൂഫൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് കറക്റ്റല്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അതുപോലെ ഡോറുകളൊക്കെ അടയ്ക്കുന്നതൊക്കെ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് പറഞ്ഞിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നുണ്ടോ, അതിങ്ങനെയാണ്, ഈ കോലത്തിലാണ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്യണം. പിന്നെ ഡാഷ്ബോർഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ഫുള്ള് മെക്കാനിക്കൽ വർക്ക്, കമ്പനി സർവീസുള്ള വണ്ടിയാട്ടോ അത്. ഇത്രയും കാലം സിംഗിൾ ഓണർ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, ഒരേ കൈ കൂടിയ വണ്ടി. എന്ന് വെച്ചാൽ ഡ്രൈവർ വെച്ചിട്ടാണ് അവർ ഓടിക്കുന്നത്. അത് ഒറ്റ കൈ കൂടിയ വണ്ടിയാണ്. ആ ഡ്രൈവർ തന്നെയാണ് വണ്ടി കൊണ്ടുവന്ന് വിട്ടത്. ആ ഡ്രൈവർ അല്ലാതെ വേറൊരാളും ഇതിൻ്റെ ഓണർ പോലും ഓടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും കെയർ ചെയ്ത് ഓടിക്കുന്ന വണ്ടിയാണത്. തമിഴ്നാട് വണ്ടിയൊക്കെ അങ്ങനെയാണ്. ഒരു ഇഷ്ടപ്പെട്ട വണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ ഭാഗത്തും വണ്ടി ഇഷ്ടമായാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡാകുന്നുണ്ട്. അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ചെയ്ത് നീറ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി സെറ്റ് ചെയ്ത് പക്കയാക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ആദ്യം നമുക്ക് മെക്കാനിക്കൽ വർക്കുള്ളത് ക്ലച്ച്, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ടൈറ്റ്നെസ്. കമ്പനിയിൽ പോയപ്പോൾ സ്റ്റിയറിംഗ് മാറ്റണം എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് എന്താണെന്ന് നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പക്കയാക്കി കൊടുക്കണം. വണ്ടി ലിഫ്റ്റ് ചെയ്ത് പൊക്കിയതിൽ നോക്കിയതിൽ ഇതാണ് അവസ്ഥ, ഉണ്ടോ ബെൽറ്റ്. ഈ ഒരു ബെൽറ്റിൻ്റെ ഈ ഒരു കണ്ടീഷനാണ് കമ്പനി റാക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റും ഇതിനകത്തിരിക്കുന്നത് പുതിയ ബെൽറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വിടാം. ഇവിടുത്തെ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൻ്റെ ബൂട്ട് നമുക്ക് മാറണം. ഈ ഒരു ബൂട്ട് മാറ്റി വിടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ കിറ്റ് കംപ്ലീറ്റ് പെട്ടെന്ന് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യണം. അല്ല, ഇത് ഇത്രയും ലൂസാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഡ്രൈവ് കിട്ടില്ല. എന്താ വെച്ചാൽ പമ്പിൽ ഡ്രൈവ് കിട്ടാത്തോടും നമുക്ക് ഫസ്റ്റ് സ്റ്റിയറിംഗ് വർക്ക് ആവില്ല. ഓക്കെ, എന്തായാലും നമുക്കത് ഗിയർ ബോക്സ് ഇറക്കിയിട്ട് ക്ലച്ചിൻ്റെ കണ്ടീഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മൾ ക്ലച്ച് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കുന്നതിന് മുന്നേ ഒരു ബോൾട്ട് ഇതിനകത്ത് പൊട്ടിയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്ലൈ വീലിൽ വരുന്ന ബോൾട്ട് ഉണ്ടല്ലോ, അതാണ്ടാ പൊട്ടിയിട്ട് ഒരു തുണ്ട് അതിനകത്ത് കിടക്കാം ഈ പോലെ. എന്നുവെച്ചാൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ആകുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ വരുന്നത്. മനസ്സിലായില്ലേ? ഇതാണിപ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന ക്ലച്ച്. പക്ഷേ ലൂക്കിൻ്റെ ക്ലച്ചാണ് കിടക്കുന്നത്. കമ്പനി സർവീസാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷേങ്കിൽ കമ്പനി അല്ലാതെ വേറൊരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ കിടക്കുന്നത് ലൂക്കിൻ്റെ ക്ലച്ചാണ്. ഇതൊരിക്കലും കമ്പനിയിൽ ലൂക്കിൻ്റെ ക്ലച്ച് തന്നെ ആയിരിക്കും, പക്ഷേ ബ്രാൻഡഡ് നെയിം ഇതിനകത്ത് വരും. പക്ഷേ അത് ഇതിനകത്തില്ല. അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല.
ഇപ്പോൾ അത് പുറമെ ചെയ്തതാണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ കവറ് ടൊയോട്ടയുടെ ബ്രാൻഡിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഫിംഗർ നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. എന്താ അത് ടൊയോട്ടയുടെ ബ്രാൻഡിൽ തന്നെയാണ് കിടക്കുന്നത്. എന്താ സാധനം ലൂക്കാണ്. എന്താ ലൂക്കാണ് ടൊയോട്ടയുടെ ബ്രാൻഡിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതിൽ ലൂക്കാണ് ടൊയോട്ടയുടെ ബ്രാൻഡ് നെയിം ഉണ്ട്. സോറി, കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. വേണ്ട ടൊയോട്ടയുടെ ബ്രാൻഡാണ്. അപ്പോൾ കമ്പനിയിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ക്ലച്ച് തന്നെയാണ്. പക്ഷേ ഒരു ബോൾട്ട് അതിനകത്ത് പൊട്ടിക്കിടക്കണം. അത് അഴിച്ചിട്ടുമില്ല, ശ്രദ്ധിച്ചില്ല. ഇതിൽ കറക്റ്റ് ഈവണായിട്ടുള്ള ഒരു ടൈറ്റ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെർക്കിങ് വരും, ടൈറ്റ് വരും, ഗിയർ ടൈറ്റ് വരും, എല്ലാ ബുദ്ധിമുട്ട് വരും. പക്ഷേ കമ്പനിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഒരു ബോൾട്ട് പൊട്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കണം. അത് ചിലപ്പോൾ ടെക്നീഷ്യൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതായിരിക്കും, കമ്പനിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒറിജിനൽ ക്ലച്ച് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്ന. ലൂക്കിൻ്റെ അതേ ക്ലച്ച് തന്നെയാണ് നമ്മളും എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ലൂക്കിൻ്റെ ബ്രാൻഡിൽ വരുന്നതാണ്. നമ്മൾ ഒറിജിനൽ ബ്രാൻഡിൽ ഈ ബോക്സിലല്ല, ലൂക്കിൻ്റെ ബ്രാൻഡ്. പക്ഷേ സെയിം ടു സെയിം ആയിരിക്കും. ഇതെന്താ P1800 P1800 എല്ലാം കറക്റ്റ് പക്കായിരിക്കും. ഒരു വ്യത്യാസം തന്നെ ഇതിനകത്ത് നമുക്ക് വരില്ല. ലൂക്കിൻ്റെ എല്ലാം പക്കയായിരിക്കും. പക്ഷേ ടൊയോട്ടയുടെ ബ്രാൻഡ് നെയിം മാത്രം ഇതിനകത്ത് ഇല്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം പക്ക അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ പെർഫോമൻസ് നമുക്ക് പക്ക നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ടൊയോട്ട ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കയറ്റാം. അപ്പോൾ നമ്മുടെ കോളിസിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ടിങ്കറിങ്ങും അപ്പോൾസറി വർക്കൊക്കെ പുറത്തുനിന്നാണ് കസ്റ്റമർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നാണ് ചെയ്തത്. പക്ഷേങ്കിൽ ഇതിൽ ചെയ്തതിൽ ഒരുപാട് ഫോൾട്ടുകളുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പുകാരെ കുറ്റം പറയുന്നതല്ല, നമ്മൾ കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെയിൻറ്റിങ് അടിച്ചത് ടിങ്കർ വർക്ക്, അപ്പോൾസറി വർക്ക്, റൂഫ് ടോപ്പ് വർക്ക്, ഇതൊക്കെ പക്ക പറഞ്ഞാൽ പക്ക ഫിനിഷിങ്. അവർ ചെയ്തതിൽ 100% മാർക്ക് നമുക്ക് കൊടുക്കാം. അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ചെറിയ കംപ്ലയിൻറ്റുകൾ ഇതിനകത്ത് വന്നു. എന്ന് വെച്ചാൽ ഫിറ്റിംഗ് ചെയ്ത കാര്യങ്ങൾ ഒരുപാട് ഫിറ്റിംഗ് ചെയ്തതും അതുപോലെ തന്നെ ഒരുപാട് പാർട്സുകൾ മിസ്സിങ് ആയിരുന്നു ഇതിനകത്തുനിന്ന്. നമ്മൾ എപ്പോഴും തിരിച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അവർ അത്ര ശ്രദ്ധിച്ചിട്ടുമില്ല. അവർ വണ്ടി എടുത്തു, ഡെലിവറി ചെയ്ത് വണ്ടി എടുത്ത് വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സാധനങ്ങൾ മിസ്സിങ്. എന്ന് വെച്ചാൽ കോളീസിൻ്റെ ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ മിസ്സിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സാധനങ്ങൾ കിട്ടില്ല. നമ്മൾ വണ്ടിയിലുള്ളത് തന്നെ നമ്മൾ എടുത്ത് വെച്ച് ഇല്ലെങ്കിൽ പൊളി മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് എടുത്തിട്ടാണ് ഓരോരോ കാര്യങ്ങൾ. ഒരുപാട് ഐറ്റംസാണ് നമുക്ക് ഇതിനകത്ത് മിസ്സായിരിക്കുന്നത്. കസ്റ്റമറും അതിൻ്റെ ഭയങ്കര ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ ആ വണ്ടി ജെന്യൂൻ കണ്ടീഷനിലാക്കി കൊടുത്തത്. എന്താ വെച്ചാൽ സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ യൂസ് വണ്ടി, ഒരേ ഒരാൾ മാത്രമേ ഇതിനകത്ത് ഓടിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കുകളാണ് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സീറ്റ്, ബേബി സീറ്റ്, ബാക്കിലുള്ള സീറ്റ് ആ ജെന്യൂൻ എങ്ങനെയാണോ വരുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഡോർ പാഡ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഡോർ പാഡ് ഇട്ടിട്ട് മൊത്തം തൊങ്ങി അങ്ങനെ ഒരു ലെവലിലാണ് ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മൾ ഫുള്ള് ഡോർ പാഡ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാക്കിലേക്ക് JBLൻ്റെ ഓവൽ സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്തു. കസ്റ്റമറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു പൈനിയറിൻ്റെ ഒരു സ്പീക്കറായിരുന്നു. അത് ഇത്തിരി ക്ലാരിറ്റി കുറവായിരുന്നു. എന്താ വെച്ചാൽ സൗണ്ട് കേൾക്കുന്നില്ല, എല്ലാം കുറവായിരുന്നു. അപ്പോൾ അത് JBLൻ്റെ ഓവൽ സ്പീക്കറാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡുകൾ കംപ്ലീറ്റും ചെയ്തു. ഇത് നമ്മൾ ചെയ്താണ് സീറ്റ്. ആ 2 സീറ്റ് മാത്രമേ നേരത്തെ ചെയ്തിട്ടുള്ളൂ. ആ സീറ്റിലും ഇത്തിരി ഫിറ്റിങ്സിൽ ചെറിയൊരു ഫോൾട്ടുകൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടൈറ്റ് ഫിറ്റിംഗ് അല്ല വന്നിരിക്കുന്നത്. പിന്നെ റൂഫ് ടോപ്പ് പറയണ്ട കേട്ടോ, റൂഫ് ടോപ്പ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ AC അവർ സെറ്റ് ചെയ്തതിൽ ആ സൈഡ് വരുന്ന 2 പീസ് മിസ്സിങ് ആയി എന്ന് പറഞ്ഞാൽ ആ 2 പീസ് നമുക്കും എടുക്കാൻ കിട്ടാനില്ല. കസ്റ്റമർ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. ഞാനിത് പെയിൻറ്റും അടിച്ച് സംഗതി സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ആവുന്നില്ല. എന്താ വെച്ചാൽ ആ സെൻട്രൽ AC ബാക്കിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിലേക്ക് വെച്ചതുകൊണ്ട് ഈ ലെഗ് അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്കത് ഓൾട്ടർ ചെയ്തിട്ട് അപ്പോൾസറിയിലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഓൾട്ടർ ചെയ്തിട്ട് വേണം ആ കോർണർ പീസ് കറക്റ്റ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രം അത് കറക്റ്റ് ആവില്ല, അത് കറക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ സീറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തു. പിന്നെ സെൻട്രൽ കൺസോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വെറുതെ ചുമ്മാ ഒരു സെൻട്രൽ കൺസോളിൽ എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ അവിടെ വെച്ചു എന്ന് മാത്രം. ഇതിൽ കണ്ടോ
അതുണ്ട്. സെൻട്രൽ കൺസോൾ ഇപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ഇട്ട് പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട്, നേരത്തെ ബ്ലാക്ക് കളർ പെയിൻറ് തന്നെയായിരുന്നു, പക്ഷേ ഇങ്ങനെ ചുരണ്ടിയാൽ തന്നെ പോകുന്നത്. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കാതെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ജെന്യൂൻ എങ്ങനെയാണോ ആ രീതിക്ക് ചെയ്തു ഫ്രെയിമൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഇതിൽ മേളിൽ കയറി ഇരുന്നാൽ ഒന്നും തന്നെ സംഭവിക്കില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ സാധനം വെറുതെ ചുമ്മാ താഴെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ഡോറിലേക്ക് നമ്മൾ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർക്ക് അത് ആവശ്യമില്ല. അവർ നോർമൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫാമിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത്, ഈ സീറ്റ് ഭയങ്കര ഹൈറ്റായിരുന്നു. ഇതിൽ ഇരിക്കുന്ന സാറ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി ഇരുന്നിട്ട് വേണം മറ്റേ ഇരിക്കാനായിട്ട്. ഈ ഫുഡ് സ്റ്റെപ്പിൽ കയറിയിട്ട് വേണം ചവിട്ടി കയറാനായിട്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹൈറ്റ് കൂടിയപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. അത് നമ്മൾ സീറ്റ് പക്കാ താത്തി അവരുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ പോഡ് വരികയാണെങ്കിൽ ഇങ്ങനെ വരുന്നത്. ക്ലീനിങ് ഉണ്ട് കേട്ടോ, ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ അത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ JBLൻ്റെ സ്പീക്കറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ സ്പീക്കർ തന്നെയാണ്, സാധാ വരുന്ന സ്പീക്കർ തന്നെയാണ്, കോമ്പണൻറ്റോ അങ്ങനെയൊന്നുമല്ല, നോർമൽ വരുന്ന സ്പീക്കർ തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആയിരുന്നു, അത് നമ്മൾ മാറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം, ആൻഡ്രോയിഡ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ നമ്മളിപ്പോൾ ഫ്രെയിം ഇട്ട് ഇതുപോലെയാണ് ആക്കിയിരിക്കുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിയർ ലിവറാണ് വന്ന് സ്റ്റീറുകളും വിട്ടുന്നത്. അത് നമ്മൾ ബെൻഡ് ചെയ്ത് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട് പരമാവധി. പിന്നെ ആ ഒരു പ്രശ്നം അതിനകത്ത് വരില്ല. ഗിയർ ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് വീലിലാണെന്നുണ്ടെങ്കിലും ഹോൺ പാഡ് എന്താ പറയുക മൊത്തം പൊട്ടിയിട്ടായിരുന്നു കിടന്നത്. പിന്നെ നമ്മൾ വേറെ എടുത്തിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ചിൽ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പുള്ളിങ്ങിന് ചെറിയൊരു കുറവും, അതുപോലെ ക്ലച്ച് ഭയങ്കര ഹാർഡായിരുന്നു ചവിട്ടുമ്പോൾ. ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ പക്ക ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ മേജർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു സ്റ്റിയറിംഗ് പക്ക ടൈറ്റ്, നല്ല ടൈറ്റായിരുന്നു സ്റ്റിയറിങ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ് നമ്മൾ ഓടിക്കുമ്പോഴൊക്കെ ഒരു സൗണ്ടും അതുപോലെ തന്നെ ടൈറ്റും. അതായത് അവർ അവിടുത്തെ വർക്ക്ഷോപ്പ് എടുത്തിട്ട് കമ്പനി കൊണ്ടുപോയി ചോദിച്ചപ്പോൾ സ്റ്റിയറിംഗ് റാക്കടക്കം മാറ്റണം, എങ്ങനെ 10,70,000 രൂപ ചാർജ് വരുന്നതാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു ബെൽറ്റിൻ്റെ പ്രശ്നമായിരുന്നു. പമ്പിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും ക്ലിയറാക്കി. ബെൽറ്റ് ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ബെൽറ്റ് നമ്മൾ മാറ്റി ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. പാവം കസ്റ്റമർ ആയതുകൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു നെട്ടോ ബോൾട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോൾട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാതെ വണ്ടി എടുത്തിട്ട് വന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഇതായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് അപ്പോൾസറിയിൽ കൊണ്ടുപോയിട്ട് അവർ തന്നെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് അവർ തന്നെ അത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ബൊലീറോയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് ഏജിലൊന്നും വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ബോൾട്ടുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആയിട്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് വർക്ക് നമ്മളിപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട്, നമുക്ക് റിസൾട്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം സാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചേക്കാം. சொல்லுங்கள் சார். ஸ்டோர் பண்ணணும் அப்படின்னா நிறைய இடத்துல விசாரிக்காதீங்க, இவர்கிட்ட வாங்க. நான் வந்து அனுபவப்பட்டு அடிபட்டு இந்த வண்டி அவ்வளோ நீட்டாக என்னென்ன கேட்டனோ எல்லாமே A to Z என்ன சொல்லியிருந்தனோ அதுக்கேற்ற மாதிரி ரீஸ்டோர் பண்ணி எனக்கு நீட்டாக கொடுத்துருக்காரு. நீங்கள் எங்கேயும் வந்து குவாலிஸுக்குன்னு ரீஸ்டோர் பண்ணணும்னு நினைக்கிறவங்க வேற எங்கேயும் போகாதீங்க, தாராளமாக இவர்கிட்ட கொண்டு வாங்க. நம்பிக்கை நீட்டாக பண்ணி கொடுத்துட்டாரு. ஸோ எந்த ப்ராப்ளமும் இல்லை. ஓகே, தேங்க்யூ சார். தேங்க்யூ.